ഷോപ്പിൽ നിന്ന് കിട്ടുന്ന നല്ല ടേസ്റ്റി ആയ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മൈ സ്പേസ് ത്രന്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പറായി ടേസ്റ്റി എൻഹാൻസ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ അതറിയാനായി വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ട്രൈ ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിളും മാംഗോയും മസ്മെലനും ആണ്, ഷമാം എന്ന് പറയും. അപ്പം അതൊക്കെ ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ എല്ലാം അരിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കിത് തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ നമുക്ക് ഏത് വേണേലും എടുക്കാം, കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് പാലാണ് വേണ്ടത്. പാല് നമുക്ക് തിളപ്പിക്കണം. അപ്പോൾ അതിന് പാലാദ്യം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാലൊഴിക്കാം. ഞാനിവിടെ 1 കവർ പാലാണ് കേട്ടോ എടുക്കുന്നത്. പാല് ഞങ്ങൾ ഫ്രീസറിലാണ് കേട്ടോ വയ്ക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. പാൽപ്പൊടി ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ പാൽപ്പൊടി ചേർക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം കേട്ടോ ഇതിലേക്ക്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ പാൽപ്പൊടിയുടെ ആ ഒരു കട്ട നമുക്ക് അലിയിക്കാം. അപ്പോൾ നമ്മുടെ കട്ടയെല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പാല് മാറ്റാം. നമ്മുടെ കസ്റ്റാർഡ് പൊടി നമുക്ക് ഇട്ട് മിക്സ് ചെയ്യുന്നതിന് ചെറു ചൂട് പാലിൽ വേണം നമ്മൾ കസ്റ്റാർഡ് പൊടി മിക്സ് ചെയ്യാൻ. നല്ല ചൂടായ പാലിൽ നമ്മൾ കസ്റ്റാർഡ് പൊടി മിക്സ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പാല് മാറ്റുവാണേ. ഇത്രയും പാലാണ് കേട്ടോ ഞാൻ മാറ്റിയിട്ടുള്ളത്. കുറച്ച് പാലേ മാറ്റുന്നുള്ളൂ. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഈ കസ്റ്റാർഡ് പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. വാനില ഫ്ലേവേർഡാണ്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ആവശ്യത്തിന് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഞാൻ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളയ്ക്കുമ്പോൾ ഇത് പാലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരാറായി. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ കസ്റ്റാർഡ് മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കണം, അല്ലെ അടിക്ക് പിടിക്കും. ഞാൻ ഇളക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഇതിനകത്ത് എടുത്ത് ഈ ഇരിക്കുന്നതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അടിക്ക് പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ തന്നെ ഏകദേശം ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉടനെ തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല, ഇത് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തിളക്കട്ടെ. ഇച്ചിരി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോഴേ ഇത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് വീതമേ ഇടുന്നുള്ളൂ. കുറച്ച് ആപ്പിളും കുറച്ച് മാംഗോസ്. നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇരുന്നെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അവസാനം ഇടാമെന്ന് വിചാരിച്ചിട്ടാണേ. നമുക്ക് ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഈ ഒരു കരണ്ടിയിൽ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വാനിലയുടെ എസൻസ് ചേർക്കുന്നെങ്കിൽ ചേർക്കാൻ, ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അത് ഓൾറെഡി വാനില ഫ്ലേവേർഡ്
കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ നമുക്കത് ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ആയിട്ടുണ്ട്, നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് നല്ലതുപോലെ എൻഹാൻസ് ചെയ്യും കേട്ടോ. പിന്നെ കസ്റ്റാർഡ് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. നട്ട്സ് ഇടുവാണെങ്കിൽ കുറച്ചൊക്കെ കടിക്കാനും കിട്ടും. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പിന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി, ബൈ, സീ യു ഓൺ നെക്സ്റ്റ് ടൈം.